എന്ന് ചോദിക്കുകയാണ്. ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാസ്വിലത്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലെന്ന്, പാടില്ലെന്ന് പറയുന്നു. അൽ വാസ്വിലത്തു വൽ മുസ്തവ്സില. വാസ്വില എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഫേക്കായിട്ട് മുടി പിടിപ്പിക്കുന്ന പരിപാടിയാണ്. ചെറിയ മുടിയുള്ളവര് ഫേക്കായിട്ടുള്ള മുടി കൊണ്ടുവന്ന് ക്ലിപ്പിട്ടിട്ട് വലിയ മുടിയുള്ള പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി മുടിയുടെ മേൽ മുടി ചേർത്ത് വെക്കുന്നതിനാണ് വാസ്വിലത്ത് എന്ന്. ആ പെണ്ണുങ്ങൾക്കാണ് വാസ്വില എന്ന് പറയാം. അത് ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നവരും ചെയ്തു കൊടുക്കുന്നവരെയും പുണ്യനബി തങ്ങൾ ശപിച്ചിരിക്കുന്നു എന്നാണ് ഹദീസിലുള്ളത്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അവർ പെണ്ണ് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളത് നിരോധിക്കുന്നുണ്ട്, നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്നുവെന്ന് അറിഞ്ഞല്ലോ ഇബ്നു മസ്ഊദേ, ശരിയാണോ? മുടി വെച്ച് പിടിപ്പിക്കുന്നത് ശരിയല്ലെന്നാണല്ലോ അങ്ങ് പറയുന്നത്. ഖാല നഅം, അതെ അതെ അതെ. അവജത്തഹു ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അം സമിഅതഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേട്ടതാണോ? ഇപ്പൊ പറഞ്ഞു വജത്തുഹു ഫീ കിതാബില്ലാഹ് വസമിഅതുഹു മിൻ റസൂലില്ലാഹ്. അങ്ങനെ മുടി വെച്ച് പിടിപ്പിക്കരുത് എന്ന് അള്ളാഹിന്റെ കിതാബിലുണ്ട്, ഹബീബായ നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പൊ പെണ്ണ് പറഞ്ഞു, തലൗത്ത് കിതാബല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് മുഴുവനും ഞാൻ ഓതി നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒരിടത്തും ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ലല്ലോ. മുടി വെച്ച് പിടിപ്പിക്കരുതെന്ന് അള്ളാഹ് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ, ഖുർആനിൽ ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഈ ഉമ്മ. വീരമസ്വദങ്ങൾ പറഞ്ഞു, അതജിദീന ഫീ കിതാബില്ലാഹ്, അള്ളാഹിന്റെ കിതാബിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഒരായത്ത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. ഈ ആയത്ത് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു സൂറത്തുൽ ഹശ്റിൽ. കണ്ടിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, എന്റെ റസൂല് നിങ്ങളോട് എന്താണോ ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾ ചെയ്യണേ. വമാ നഹാകും അൻഹു, പുണ്യനബി തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഫൻതഹൂ, നിങ്ങൾ ചെയ്യരുതേ. ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യരുത്. ഇത് കണ്ടിട്ടില്ലേ? എല്ലാ ഹദീസുകളും അംഗീകരിക്കണം എന്നതിന് ഖുർആനിലുള്ള തെളിവാണത്. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബാ നബി തങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അന്നഹു നഹാ അനിൻ നാമിസതി വൽ വാശിറതി വൽ വാസിലതി വൽ വാഷിമതി ഇല്ലാ മിൻ ദാ. പുണ്യ നബി തങ്ങൾ മുടി വെച്ച് പിടിപ്പിക്കുന്നതിനെ നിരോധിച്ചിട്ടുണ്ട്. വൽ വാശിറ, വഷിർ എന്ന് പറഞ്ഞാൽ പല്ലുകളെ രാഗി മനോഹരപ്പെടുത്തുക എന്നതാണ്. പല്ലുകളെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പല്ലുകളെ രാഗിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടും പല്ലുകളെ രാഗി ശരിയാക്കുന്നതിനാണത് പറയാ. വൽവാസ്വില നാമിസ എന്ന് പറഞ്ഞാൽ ഐബ്രോ പ്ലക്ക് ചെയ്യുന്നത്, പുരികം പ്ലക്ക് ചെയ്യുന്നത്. വൽവാസ്വില വൽവാഷിമ, വാഷിമത്ത് എന്ന് പറയുന്ന കാക്കപ്പുള്ളി പോലെ കറുത്ത പുള്ളിയിട്ട് കൊടുക്കുമല്ലോ പെണ്ണുങ്ങൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്നത്. വഷമിന് ടാറ്റു കുത്തുക എന്നതിനും വഷം എന്ന് പറയും. ടാറ്റു പച്ച കുത്തുക എന്ന് പറയില്ലേ. ഇതെല്ലാം നബി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഇല്ലാ മിൻ ദാഇൻ, അസുഖമുള്ളവർക്കൊഴികെ. ഒരു അസുഖമായിട്ട് നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നവർ ഖുദുവത്താണ്, മാതൃകയാണ്. മഹാൻ പറഞ്ഞു, ഉദ്ഖുലി, എൻ്റെ ഭാര്യമാർ അവരത് ചെയ്യുന്നുണ്ടെന്നോ എൻ്റെ വീട്ടിലേക്ക് കയറിക്കോളൂ, എന്നിട്ട് പോയി നോക്കി ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്നോട് ഒന്ന് പറ. അങ്ങനെ ആ ഉമ്മ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എല്ലാ പെണ്ണുങ്ങളെയും നോക്കി, അവരെ മുടിയൊക്കെ ഒന്ന് പൊക്കി നോക്കി, അവരുടെ പുരികൊന്ന് ചെക്ക് ചെയ്തു, പല്ലുകളൊക്കെ ഒന്ന് നോക്കി. ഒരു കുഴപ്പമില്ല. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളായതിൻ്റെ പേരിലാണ് ഇതിനെയൊക്കെ ശരീഅത്ത് നഹി ചെയ്യാൻ കാരണം, പാടില്ലെന്ന് പറയാൻ കാരണം. ആ ഉമ്മ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഞാൻ പറഞ്ഞത് പിൻവലിക്കുകയാണ്, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടില്ല, ഈ പറഞ്ഞതൊന്നും അങ്ങയുടെ വീട്ടുകാരിലില്ല എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ ബഅദമാ സമിഅ്തുഹു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ വായിൽ നിന്ന് എൻ്റെ ചെവികളത് കേട്ടതിന് ശേഷം എൻ്റെ വീട്ടുകാർ അത് അംഗീകരിക്കാതിരിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
മഹാനായ മസ്റൂഖ് തങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ മാതൃകകളായിരുന്നു പരിശുദ്ധരായ സ്വഹാബിമാർ. ആ മാതൃകയിൽ എന്തെങ്കിലും ഒരു ഖദഷ്, എന്തെങ്കിലും ഒരു സ്ക്രാച്ച് അതിൽ വരുന്നത് പോലും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ വീടുകൾക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവതലമുറക്ക് മാതൃകകളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആൻ അങ്ങനെ ഒരു പ്രാർത്ഥന തന്നെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും കൺകുളിർമയെ തരണേ റബ്ബേ. ഞങ്ങളെ നീ മാതൃകകളാക്കി മാറ്റിത്തരണേ തമ്പുരാനെ, മാതൃകയാക്കി തരണേ പടച്ചവനെ. ലൈത്ത് ബിൻ സഅദ് എന്നവർ, ലൈത്ത് ബിൻ സഅദ് റഹ്മത്തുള്ളാഹി തആല ഇമാം ഷാഫിഈ തങ്ങളുടെ ശൈഖാണ്, ഈജിപ്തുകാരനാണ്. ലൈത്ത് ബിൻ സഅദുൽ ഖൽഖശന്ദി എന്നാണ് മഹാൻ അറിയപ്പെടുക. ഇമാം ഷാഫിഈ തങ്ങൾ പറയാറുണ്ട്, ഇന്ന ലൈത്ത് ബിൻ സഅദ്, മഹാനായ ലൈത്ത് ബിൻ സഅദ് എന്നവർ അഫ്ഖഹു മിൻ ഇമാം മാലിക്. ഇമാം മാലിക് എന്ന് പറയുന്ന റഹ്മത്തുള്ളാഹി അലൈഹി മാലിക്കി മദ്ഹബിന്റെ ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം മാലിക് എന്നവർ, മാലിക്കി ഇമാമിനെക്കാളും ഇൽമുണ്ടായിരുന്ന മഹാനാണ് ലൈത്ത് ബിൻ സഅദ് എന്നവർ. പക്ഷേ ഇമാം മാലിക് എന്നവരുടെ അസ്ഹാബ് മാലിക് ഇമാമിന്റെ മദ്ഹബും അവരുടെ ആറാഉകളും രേഖപ്പെടുത്തിയ പോലെ ലൈത്ത് ബിൻ സഅദ് എന്നവരുടെ ശിഷ്യന്മാർ രേഖപ്പെടുത്താതെ പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലോകമറിയപ്പെടുന്ന മഹാപണ്ഡിതൻ ഇമാം മാലിക് തങ്ങളെക്കാളും വലിയ പണ്ഡിതൻ ഇമാം ലൈത്ത് ബിൻ സഅദ് ആകുമായിരുന്നു. അത്ര വലിയ പണ്ഡിതനായിരുന്നു ലൈത്ത് ബിൻ സഅദ് റഹ്മത്തുള്ളാഹി. മിസ്രിയാണ്. ഈജിപ്ത് ലോകത്തിന് ഒരുപാട് പണ്ഡിതന്മാരെ, ഒരുപാട് ഔലിയാക്കന്മാരെ സേവനം ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ ഹജ്ജിന്റെ സമയത്ത് മദീനയിൽ പോയ കഥ പറയുന്നുണ്ട്. ഞാൻ മദീനയിലാണ്, ഒരുപാട് ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ എത്തിയിട്ടുണ്ട്. അന്ന് മദീന കസീറത്തു സർജീൻ, മദീനയിൽ ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളുമൊക്കെ വന്നതിൻ്റെ പേരിൽ അവിടെ അഴുക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ജീവികളുടെ, ഈ ഒരു മൃഗങ്ങളുടെയൊക്കെ കാഷ്ടം റോഡിലൊക്കെ വീണ് കിടക്കുന്നത് ധാരാളമായിരുന്നു. കാരണം ഒരുപാട് ഹാജിമാർ, ഒരുപാട് ആളുകൾ ഹജ്ജിന് വന്ന സമയമാണ്. അപ്പൊ മദീനയിൽ തിരക്കുണ്ട്. ആ തിരക്കിനിടയിൽ ഞാൻ 2 ഖുഫ ധരിച്ച് നടക്കുകയായിരുന്നു മദീനയിൽ. ഒരു ഖുഫ എന്ന് പറഞ്ഞാൽ സോക്സ് പോലെ ലെതർ കൊണ്ടുണ്ടാക്കുന്ന ഒരു വലിയ സോക്സാണത്, ബൂട്ട് പോലെ കാണുന്നത്. ആ ഖുഫന്റെ മേലെ വേറൊരു ഖുഫ, അങ്ങനെ 2 ഖുഫിട്ട് നടക്കും. അങ്ങനെ മസ്ജിദിലേക്ക് കയറുമ്പോൾ എൻ്റെ ആദ്യത്തെ ഖുഫ ഞാൻ ഒഴിവാക്കും, എന്നിട്ട് അതിനുള്ളിലെ ഖുഫ കൊണ്ട് പള്ളിയിലേക്ക് കയറും. അപ്പൊ 2 ഖുഫ ഞാനിട്ട് നടക്കുമ്പോൾ മഹാനായ യഹ്യ ഇബ്നു സഈദുൽ അൻസ്വാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പറഞ്ഞു, ലാ തഫ്അൽ ഹാദാ ഫഇന്നക ഇമാമുൻ മൻദൂറുൻ ഇലൈഹി. ലൈത്ത് ഇബ്നു സഅദ്, മഹാനായ ലൈത്ത് എന്നവരെ, നിങ്ങൾ ഇങ്ങനെ 2 ഖുഫിട്ട് നടന്നാൽ നിങ്ങളെ ആളുകൾ കാണുന്നുണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളുകൾ അത് ചെയ്യും. ഒരു ഖുഫയല്ലേ വേണ്ടു, അത് കഴുകി വൃത്തിയാക്കിയാൽ പോരെ. നിങ്ങൾ 2 എണ്ണം ഇട്ട് നടക്കരുത് എന്ന് മദീന പള്ളിയിലേക്ക് ഞാൻ കയറുമ്പോൾ മഹാനായ യഹ്യ ഇബ്നു സഈദുൽ അൻസ്വാരി എന്ന് പറയുന്ന മദീനയിലെ പ്രഗത്ഭനായ ആലിം എന്നോട് പറയുകയുണ്ടായി, ഞാൻ അവിടെ വെച്ച് ഊരിയതാണ് എൻ്റെ 2ാമത്തെ ഖുഫ. ഞാൻ അഴുക്കാണെങ്കിൽ എന്തേ, അത് കഴുകി വൃത്തിയാക്കിയാൽ മതിയല്ലോ. 2 എണ്ണം ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുകയോ ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയോ ചെയ്യാനിടയുണ്ടെന്ന് പറഞ്ഞ് മഹാനവറുകളോട് അത് അഴിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനത് അഴിച്ചു വെച്ചു. ലൈത്ത് ഇബ്നു സഅദ് എന്നവർ പറയാം. കാരണം എന്തേ, അവർ ഖുദുവത്താണ്, അവർ മാതൃകയാണ്.